എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. എക്യൂപ്പ് അപ്പോളജറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വീഡിയോയുടെ ഒന്നാം ഭാഗം നമ്മൾ ചെയ്തിരുന്നു. എം അക്ബർ ഇറക്കിയ ഒരു വീഡിയോ, ഇന്നത്തെ ബൈബിളിനെ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ, അതിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ ഈ പബ്ലിഷ് ചെയ്യുന്ന രണ്ടാമത്തെ ഈ പാർട്ട് ഇന്ന് ചെയ്യുന്നത്. ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു, അതായത് ബൈബിളിനെ ഖുർആൻ അംഗീകരിക്കുന്നു, മുസ്ലിങ്ങളത് വിശ്വസിക്കുമോ? അതാണ് ചോദ്യം. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഡയലമയാണ്, ഒരു ഇസ്ലാമിൻ്റെ ഒരു ആശയക്കുഴപ്പമാണ്. എല്ലാ കാലങ്ങളിലും ഇസ്ലാമിലുള്ള ഒരു ആശയക്കുഴപ്പമാണ്. അപ്പോൾ നിങ്ങൾ എം അക്ബറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഇദ്ദേഹവും വലിയ ആശയക്കുഴപ്പത്തിലാണ്. അതായത് ഈ ബൈബിളിനെ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അതിനെന്താ കാരണം? ബൈബിള് ശരിയാണെങ്കിൽ ഖുർആൻ തെറ്റാണ്. ഇനി ബൈബിള് ശരിയല്ലെങ്കിലും ഖുർആൻ തെറ്റാണ്. കാരണം എന്താണ്? ബൈബിള് ശരിയാണെന്ന്, അല്ലെങ്കിൽ മുൻവേദങ്ങൾ ശരിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ മുൻവേദങ്ങൾ തെറ്റാണ് എന്നുള്ള വാദം വയ്ക്കുകയാണെങ്കിൽ ഖുർആൻ തെറ്റിപ്പോയി. കാരണം ഖുർആൻ തെറ്റായ ഗ്രന്ഥത്തെ ശരിയാണ് എന്ന് പറയുന്ന ആ ഒരവസ്ഥ. സോ ഈ ഒരു കൺഫ്യൂഷൻ ഇസ്ലാം ലോകത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ ഒരു സാധാരണ ഒരു നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റില്ല എന്ന് പറഞ്ഞ വിധത്തിലാണ് മുസ്ലിങ്ങളിപ്പോൾ ബൈബിളിനെ കാണുന്നത്. ഈ ബൈബിളില്ലാതെ ഇവർക്ക് ഖുർആൻ്റെ ബഹുഭൂരിപക്ഷം കഥകളും മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഇൻഡിപെൻഡൻ്റായിട്ട് ഖുർആൻ വെച്ചുകൊണ്ട് മാത്രം മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. എനിവേ, അപ്പോൾ ഞാൻ ഒരു ഓഡിയോ, എം അക്ബറിൻ്റെ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പ്ലേ ചെയ്തിരുന്നു ഒന്നാമത്തെ പാട്ടിൽ. രണ്ടാമത്തെ പാട്ടിൽ ഇദ്ദേഹം പറയുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് പിന്നെ വിശദീകരണത്തിലോട്ടും എന്താണ് ഖുർആൻ പറയുന്നത് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് വരാം എന്ന് ചിന്തിക്കുന്നു. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു, ഖുർആൻ അംഗീകരിച്ചു. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത് എന്താ? ഖുർആൻ പറയുന്നത് വളരെ കൃത്യമാണ്. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 43-ാമത്തെ വചനം, അവിടെ ചോദ്യകർത്താവ് ഉദ്ധരിച്ച ക്രൈസ്തവ മിഷനറി വെബ്സൈറ്റുകൾ പരിശുദ്ധ ഖുർആൻ വേദങ്ങളെ അംഗീകരിക്കുന്നു, തൗറാത്തിനെയും ഇഞ്ചീലിനെയും അംഗീകരിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേത് എന്ന രൂപത്തിൽ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ധരിക്കാറുള്ള ആയത്ത് എന്താണ് പറയണത്? വകൈഫ യുഹക്കിമൂനക വഇൻദഹുമുത് തൗറാത്ത് ഫീഹാ ഹുക്മുല്ലാഹ്. അവർ താങ്കളെ എങ്ങനെയാണ് വിധികർത്താവായി അംഗീകരിക്കുക? അവരുടെ കൈകളിൽ തൗറാത്തുണ്ട്, അതിൽ അള്ളാഹുവിൻ്റെ വചനമുണ്ട്. ഇത് സന്ദർഭമുണ്ട്. അതെന്താ കാര്യം? അവർക്കിടയിൽ യഹൂദന്മാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള മദീന രാഷ്ട്രത്തിലെ കരാറെന്താ? യഹൂദന്മാർ അവരുടെ വേദഗ്രന്ഥമനുസരിച്ച് വിധിക്കും എന്നാണ്. അവരുടെ വേദഗ്രന്ഥമനുസരിച്ച് വിധിക്കും. അവരുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ അവരുടെ വേദഗ്രന്ഥമനുസരിച്ച് വിധിക്കുവാൻ യഹൂദന്മാർക്ക് അവകാശം നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക രാഷ്ട്രം നൽകിയ വളരെ വിപുലമായ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണമായ ചിത്രമാണ് അവിടെ കാണുന്നത്. ഞാൻ അങ്ങോട്ട് പോവല്ല. എന്നിട്ട് അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് വിധിക്കാൻ വേണ്ടി ഉള്ള കരാറുണ്ട്. ഈ സമയത്താണ് യഹൂദന്മാർ അവരിൽപ്പെട്ട ഒരു വിവാഹിതരായ വ്യഭിചാരികളെ കൊണ്ടുവരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നതന്മാരാണെന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടായ സമയത്ത് പ്രവാചകൻ്റെ അടുത്ത് കൊണ്ടുവന്നു, എന്തെങ്കിലും വിധിയിൽ ഇളവ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ട്, അവരതിലേതനുസരിച്ച് വിധിക്കട്ടെ. യഥാർത്ഥത്തിൽ തൗറാത്ത് അവരുടെ കയ്യിൽ അന്ന് ഏകദേശം അതേപോലെ തന്നെ ഉണ്ട്, പക്ഷേ പലതും എഴുതി ചേർത്തതും കൂടി ഉണ്ടെന്നുള്ളൂ. ഇന്നുണ്ട് തൗറാത്ത്. മോശയ്ക്ക് അവതരിപ്പിച്ച തൗറാത്ത് ഏകദേശം നമുക്ക് പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലുമായിട്ട് കാണാൻ കഴിയും. ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലുള്ള മോശെ പ്രവാചകന് ദൈവം കൊടുത്ത നിയമങ്ങൾ വിശദീകരിക്കുന്നത് മാത്രം വേർപെടുത്തിയാൽ ഏകദേശം തൗറാത്ത് ലഭിക്കും. ആ തൗറാത്ത് ഇന്നത്തെയും ബൈബിളിലുണ്ട്. ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. ഇത് 7-ാം നൂറ്റാണ്ടിൽ അവരുടെ കയ്യിൽ ഏകദേശം തൗറാത്തും ഇഞ്ചീലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നും സംഭവം കയ്യിലുണ്ട്, സംഭവം ഇവരുടെ കൈകളിൽ ഇതുണ്ട്. പക്ഷെ അതിൽ നിന്ന് കൂട്ടിച്ചേർത്തു, അതിനകത്തോട്ട് കുറേയൊക്കെ എഴുതി ചേർത്തു. സംഭവം അതൊക്കെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഇദ്ദേഹം പറയുന്നത് കണ്ടോ? ആ ഒരു കൺഫ്യൂഷൻ കണ്ടോ?
കൺഫ്യൂഷൻ കണ്ടോ? ഇനി നമ്മളിതിൻ്റെ ഡീറ്റെയിൽ നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ, അതായത് ഇത് രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇസ്ലാമികിൻ്റെ ആശയക്കുഴപ്പം എന്നുള്ള വീഡിയോ അല്ലെങ്കിൽ ഇസ്ലാമിക് ഡൈലമയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ ഏകദേശം ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. മുസ്ലിം വിശ്വാസം അനുസരിച്ച് ഈ തൗറാത്തും ഇഞ്ചീലും അത് ബൈബിളിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സഹീഹ് മുസ്ലിം 6551 ബുക്ക് നമ്പർ 35 പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാനത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നിരുന്നു. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം, അതായത് തോറയും ഇഞ്ചീലും എന്നെഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൽ ബൈബിൾ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ കുറിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതേ കാര്യം തന്നെ സഹീഹ് മുസ്ലിം 2713 നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് തോറ എന്ന് പറയുമ്പോൾ അത് പഴയ നിയമത്തെയാണ് കുറിക്കുന്നത് എന്ന് സഹീഹ് ബുഖാരി 3635 ബ്രാക്കറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, ഈ തൗറാത്തും ഇഞ്ചിയിലും ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിൽ ഉണ്ട് എന്ന് 7-ാം നൂറ്റാണ്ടിൽ ഇത് കൈകളിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ അതവർ വായിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖുറാൻ അഫേംസ് ദ ഇൻസ്പിറേഷൻ, പ്രിസർവേഷൻ ആൻഡ് അതോറിറ്റി ഓഫ് ദി ബൈബിൾ. ഈ 3 കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഖുറാനിൽ നിന്ന് നോക്കാനായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ, ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ ഹദീസുകൾ എന്താണ് പറയുന്നത്, ഖുറാൻ്റെ കുറച്ച് ഭാഗവും ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, എം അക്ബർ വീഡിയോ ഇറക്കിയപ്പോൾ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ ബൈബിളിനെ കൊന്നുണ്ടോ എന്നുള്ളതാണ്. സോ ഇദ്ദേഹം പറഞ്ഞു 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിൽ, പുള്ളിയുടെ ശബ്ദം ഇതാണ്, ഏകദേശം തൗറാത്തും ഇഞ്ചിയിലൊക്കെ ഉണ്ട്. ഇന്നും തൗറാത്തും ഇഞ്ചിയിലും ഉണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. അന്നും ഏകദേശമൊക്കെ ഉണ്ട്, ഇന്നും ഏകദേശമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് തിരുത്തി ഇത് കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ ഇത് തെറ്റിച്ച് കളഞ്ഞു, ഇതൊക്കെയാണ് ഇവരുടെ പ്രയോഗങ്ങൾ. തിരുത്തപ്പെട്ടു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രയോഗം, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തു, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ഉള്ളത്. ഇനി ഈ വിഷയത്തിൽ അള്ളാഹുവിന് എന്താണ് പറയാനുള്ളത്, അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രാഥമിക ഖുറാൻ പഠനത്തിൽ ഈ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് ഖുറാൻ പറയുന്നതാണ്. ഒന്ന്, അതായത് തൗറാത്തും ഇഞ്ചിയിലും ദൈവികമാണ്. 2, അത് സുരക്ഷിതമാണ്, അത് യഹൂദരുടെ കൈകളിൽ നിലനിൽക്കുന്ന ഗ്രന്ഥമായിരുന്നു. 3, അത് ആധികാരികമാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ സ്ക്രീനിൽ പരമാവധി ഈ ആയത്തുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ നോക്കി അങ്ങ് പോയാൽ മതി, ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സൂറ 3:3 അള്ളാഹു പറയുന്ന കാര്യമാണ്, അള്ളാഹുവാണ് തൗറാത്തും ഇഞ്ചിയിലും ഇറക്കി കൊടുത്തത്. അതിനകത്ത് വെളിച്ചമുണ്ട്, അല്ലെങ്കിൽ അത് മാർഗദർശനമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ അള്ളാഹു ആണ് കൊടുത്തത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് ഇൻസ്പയർഡ്, അല്ലെങ്കിൽ ബൈബിള്, അല്ലെങ്കിൽ തൗറാത്തും ഇഞ്ചിയിലും സബൂറും ഇത് അള്ളാഹു ഇറക്കി കൊടുത്തു എന്നുള്ളത് കൊണ്ട് അത് ദൈവികമാണ്. സൂറ 3:48 ആൻഡ് ഹീ വിൽ ടീച്ച് ഹിം, അത് ഈസയെക്കുറിച്ചാണ് പറയുന്നത്. ദ ബുക്ക് ആൻഡ് വോറ ആൻഡ് ദ ഗോസ്പൽ. ഓക്കെ, അപ്പോൾ ഈസയ്ക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും എന്താണ്, തൗറാത്തും ഇഞ്ചിയിലും. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിങ്കിൽ നിന്നാണ്. 5:44 ആൻഡ് ഇൻഡീഡ് വി സെൻഡ് ഡൗൺ ദ തോറ. അള്ളാഹു ആണ് ഇത് ഇറക്കി കൊടുത്തത്. 5:46 ആൻഡ് വി സെൻഡ് ഫോളോയിങ് ഇൻ ദെയർ ഫുഡ് സ്റ്റെപ്സ് ജീസസ് എന്ന് പറഞ്ഞാൽ വാക്യം മുമ്പോട്ട് പോകുന്നു. അതിനുശേഷം ആൻഡ് വി ഗേവ് ഹിം ദ ഗോസ്പൽ, നാം അദ്ദേഹത്തിന് ഇഞ്ചിയിൽ ഇറക്കി കൊടുത്തു. അപ്പോൾ അള്ളാഹു ആണ് ഇത് കൊടുത്തത്. 57:27 വി ഗേവ് ഹിം ദ ഗോസ്പൽ. 17:55 വി ഗേവ് ടു ഡേവിഡ് ദി സബൂർ. അപ്പോൾ ഞാൻ ഈ 3 കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്
തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഇത് മൂന്നും അള്ളാഹു കൊടുത്താണ്. ഈ വിഷയത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. യെസ്, ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, ഇത് ദൈവികമാണ്, ദൈവിക ഗ്രന്ഥമാണ് സബൂറും എന്നുള്ളത്, അല്ലെങ്കിൽ ബൈബിള് ദൈവിക ഗ്രന്ഥമാണ് എന്നുള്ളത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് അവിടെ ക്ലിയറാണ്, ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തതാണ് പ്രിസർവേഷൻ. ഇവിടെയാണ് മുസ്ലിങ്ങൾക്ക് സാധാരണ പ്രശ്നമുള്ളത്. ഇത് തിരുത്തപ്പെട്ടു, അതിൽ കുറേയും കൂടെ എഴുതി ചേർത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത്. നമ്മുടെ ഒന്നാമത്തെ, അതായത് എം അക്ബറിനോടുള്ള പ്രതികരണത്തിൽ ഒന്നാമത്തെ വീഡിയോയിൽ പാർട്ട് 1 ഫോക്കസ് ചെയ്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു വേഴ്സ് ഉണ്ടായിരുന്നു, സൂറ 2:79. ആരെങ്കിലും ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്നാണ് പറയുകയും ചെയ്തവർക്ക് നാശം എന്ന് പറഞ്ഞ്. അപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അതായത് തൗറാത്തും ഇഞ്ചീലും ഓൾറെഡി അവരുടെ കൈകളിലുണ്ട്, അവരത് വായിക്കുന്നുണ്ട്, അത് അള്ളാഹു ഇറക്കിയതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് നിലനിൽക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുന്നു, അവർക്ക് പഴയ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, അങ്ങനെ പറയുന്നില്ല. ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയിട്ട് അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് നാശം. ഇനി പഴയ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നാണെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിച്ച വാക്യങ്ങൾ. ഈ 3:3, 3:48, 5:44, ഇങ്ങനെ ഈ വായിച്ച് കേൾപ്പിച്ചതെല്ലാം പറയുന്നത് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്ന് അള്ളാഹു ഇതിൻ്റെ ക്ലെയിം എടുത്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇത് ഞാൻ അവതരിപ്പിച്ചതാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ ആരെങ്കിലും ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയിട്ട് അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല. അള്ളാഹു പറയുന്നു, തൗറാത്തും ഇഞ്ചീലും സബൂറും അത് അള്ളാഹുവിൽ നിന്നാണ്, എന്നാൽ വേറൊരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയിട്ട് അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം അള്ളാഹുവിനില്ല. ഇനി ഈ ഗ്രന്ഥം, അതായത് അള്ളാഹു ഇറക്കി എന്ന് പറഞ്ഞ ആ ഗ്രന്ഥം 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നോ? ചോദ്യം 1. അത് ആരുടെ കൈവശം ഉണ്ടായിരുന്നു? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 7ാമത്തെ നമ്പർ മുതൽ 15ാമത്തെ നമ്പർ വരെയുള്ള എല്ലാ ആയത്തുകളും നിങ്ങൾ മലയാളത്തിൽ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ നോട്ടിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് ഇംഗ്ലീഷിലാക്കിയെന്നേ ഉള്ളൂ. ഓരോ വാക്യം എടുത്ത് വായിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല, എങ്കിലും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. സൂറ 2:89 പറയുന്നത്, ഞാനത് മലയാളത്തിലൊന്ന് വായിക്കാം. ഈ മുൻ വേദങ്ങളെ ശരിവെക്കുന്ന ഗ്രന്ഥമായിട്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഇത് തന്നെയാണ് 2:91 പറയുന്നത്, 4:47, 5:43, 5:47, 5:66, അതുപോലെ തന്നെ 5:68, 10:94. അത് ഭയങ്കര രസകരമായൊരു ഖുർആനായത്താണ് ഇത്. അതായത് മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ ഇൻ ഡൗട്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ആസ്ക് ദോസ് ഹു റീഡ് ദ സ്ക്രിപ്ചർ ബിഫോർ യു. വേദഗ്രന്ഥങ്ങൾ വായിച്ചു വരുന്നവരോട് പോയി സംശയം തീർക്കുക. ഏത് ഗ്രന്ഥത്തിൽ സംശയം ഉണ്ടെങ്കിൽ, ഞാൻ നിനക്ക് അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ, അതായത് ഖുറാനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മുൻ വേദങ്ങൾ വായിച്ചു വരുന്നവർ, അവരാരാണ്? ക്രൈസ്തവരും യഹൂദരും. അവരുടെ കൈകളിലുള്ള ഗ്രന്ഥം ഏതാണ്? തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, അല്ലെങ്കിൽ പുതിയ നിയമം, പഴയ നിയമം അവരുടെ കൈകളിലുണ്ട്. അവരോട് പോയി സംശയം ചോദിച്ച് സംശയ നിവാരണം നടത്തുക. ഓക്കെ, ഇനി സൂറ 6:115 പറയുന്ന, ഇത് 6:115 മാത്രമല്ല, ഞാൻ ഇതിനോട് ജസ്റ്റ് ഒരു കാര്യം ഒന്ന് ചേർത്തും കൂടെ പറയാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് ആർക്കും മാറ്റം വരുത്താൻ പറ്റില്ല എന്നും അള്ളാഹു പറയുന്നുണ്ട്. ആൻഡ് ദ വേർഡ് ഓഫ് യുവർ ലോർഡ് ഹാസ് ബീൻ ഫുൾഫിൽഡ് ഇൻ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്, നൺ ക്യാൻ ആൾട്ടർ ഹിസ് വേർഡ്സ്. ഇത് അതുമാത്രമല്ല, സൂറ 18:27, സൂറ 6:34, സൂറ 10:64. ഓക്കെ, അതിനകത്താണ് ഈ സംശയ നിവാരണം നടത്താനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന, അതായത് ഒന്നിലധികം അല്ലെങ്കിൽ പല വാക്യങ്ങളിൽ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ് ഈ ഗ്രന്ഥം സുരക്ഷിതമായിട്ട് ക്രൈസ്തവരുടെ യഹൂദരുടെയും കൈകളിലുണ്ട് എന്ന അർത്ഥം വരുന്ന വിധത്തിൽ ഞാൻ 1-2 വേഴ്സസ് മലയാളത്തിൽ വായിക്കാം. സൂറ 2:89 വായിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. അവരുടെ, ആരാണ് ഈ അവർ? വേദക്കാർ. ഇനി വേദക്കാരാരാണ്? വേദക്കാർ ക്രൈസ്തവരും യഹൂദരും. അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം, ബ്രാക്കറ്റിൽ ഖുർആൻ, അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അത് ബ്രാക്കറ്റിലാണ്. അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥവുമായി വരുന്ന പ്രവാചകൻ മുഖേന അവിശ്വാസികൾക്കെതിരെ വിജയം നേടിക്കൊടുക്കുവാൻ വേണ്ടി മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് സുപരിചിതമായ ആ സന്ദേശം വന്നെത്തിയപ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്. അതിനാൽ ആ നിഷേധികൾക്കത്രേ അള്ളാഹുവിൻ്റെ ശാപം. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു, ഈ നമ്മുടെ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മുൻ വേദങ്ങളോടുള്ള ബന്ധത്തിൽ
നമ്മൾ ഈ ആയത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന്, അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദരുടെയും ക്രൈസ്തവരുടെയും കൈവശമുള്ള, അപ്പോൾ അവരുടെ കൈകളിൽ ആ ഗ്രന്ഥം ഏത് ഗ്രന്ഥമാണ്? അത് വേദഗ്രന്ഥമാണ്. അവരുടെ കൈവശമുള്ള വേദത്തെ, ഓക്കെ. അപ്പോൾ അവരെന്ന് പറയുന്നത് യഹൂദന്മാരും ക്രൈസ്തവരും, അവരുടെ കൈകളിൽ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം മറ്റൊന്നുമല്ല, അത് അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമാണ്. ഇനി ആ വേദഗ്രന്ഥത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? അത് തിരുത്തപ്പെട്ടോ അല്ലെങ്കിൽ അതിനകത്തോട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർത്തോ? ഇല്ല. അതിനെക്കുറിച്ച് പറയുന്നത് അത് ശരിയാണ്. അല്ലെങ്കിൽ നമ്മുടെ എം അക്ബറും പല ദാവാക്കാരും ഈ മുസ്ലിങ്ങളെ വളരെ ഈസി ആയിട്ടാണ് പറ്റിക്കുന്നത്. ഈ ദാവാക്കാർ പറയുന്ന പല കാര്യങ്ങളും മുസ്ലിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ തിരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ പുറത്തായിരിക്കണം അവരിങ്ങനെ ഈ വള്ളിക്കും പുള്ളിക്കും കുത്തിനും കോമയ്ക്കും ഖുറാനിൽ മാറ്റമൊന്നും വരില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഖുറാനെ അടപടലം അവർ മാറ്റി എഴുതി കളയും. കാരണം അവരെങ്ങനെ വേണമെങ്കിൽ പറയുമെന്നറിയോ? ഇപ്പോൾ ഈ വാക്യം വേണമെങ്കിൽ അവരിങ്ങനെ പറയും, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒറിജിനൽ എങ്ങനെയാണ്? അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം. പക്ഷേ ഇവരിത് പരിഭാഷപ്പെടുത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരിത് പൊതുജനങ്ങളിലേക്ക് പറയുമ്പോൾ എങ്ങനെ പറയുമെന്നറിയോ? ഈ എം അക്ബർ പറയുന്ന പോലെ, ഇപ്പോൾ നമ്മൾ കേട്ട ഓഡിയോയിൽ പറഞ്ഞതുപോലെ, അവരുടെ കൈവശമുള്ള വേദത്തിൽ കുറേയൊക്കെ ശരിയുണ്ട്. ഇവരുടെ അഭ്യാസങ്ങൾ കണ്ട ഇത് ഈ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കത്തില്ല, ഓക്കെ. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥത്തിൽ ഗോസ്പൽ ഇഞ്ചിയിൽ ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ അതിനോടുകൂടെ മറ്റു പലതും ചേർത്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് ദാവാക്കാരെ, പൊന്ന് മുസ്ലിങ്ങളെ, നിങ്ങൾ നിങ്ങൾക്ക് അറബി വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു മലയാളം പരിഭാഷ ഒന്ന് വാങ്ങ്, എന്നിട്ട് അതിനകത്ത് ഇത് എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ വായിക്കേ. അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന, അവരുടെ കൈകളിലുള്ള വേദത്തിൽ കുറേയൊക്കെ ശരിയുണ്ടെന്നുള്ളതല്ല, ബഹുഭൂരിപക്ഷം ശരിയുണ്ടെന്നുള്ളതല്ല, അവരുടെ കൈകളിലുള്ള വേദം ശരിയാണ്. വേദത്തിൽ കുറേയൊക്കെ ശരിയുണ്ട്, അങ്ങനെയല്ല. ഇതേപോലെയാണ്. കാണാത്തതുകൊണ്ടാണ് ഞാൻ റെഫറൻസ് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. എന്തായാലും 1-2 കൂടെ ഞാൻ വായിക്കാം, അതിനുശേഷം മുമ്പോട്ട് പോകാം. 2:91 ഞാൻ അടുത്തത് ഇട്ടേക്കുന്നത്. അള്ളാഹു അവതരിപ്പിച്ചതിൽ, അതായത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ഖുറാനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് അവതീർണമായ സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുക. ന്യായമായ കാര്യം. അതിനപ്പുറമുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. വെരി ഗുഡ്, ഓക്കെ. അടുത്തത് കേൾക്കുക. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് താനും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഖുറാൻ സത്യമാണ് എന്ന് പറയുന്നു, അതുകൂടാതെ തന്നെ അവരുടെ പക്കലുള്ള വേദവും ശരിയാണ്. അപ്പോൾ ഈ ഖുറാൻ പറയുന്നത് ഖുറാൻ ശരിയാണ്, ഖുറാനോടൊപ്പം തന്നെ മുൻ വേദങ്ങളും ശരിയാണ്. ഇത് ആർക്കാ മനസ്സിലാകാത്തത്? അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾ ഒരു പണി ചെയ്യണം. ഈ 1924 കൈറോ എഡിഷൻ ഇറങ്ങിയതിന് ശേഷം പഴയ ഖുറാനൊക്കെ കൊണ്ടുവന്ന് കുറേ നൈൽ നദിയിൽ താഴ്ത്തിയത് ഒരു പണി ചെയ്യണം. ഇപ്പോഴുള്ള പരിഭാഷകളും ഇപ്പോഴുള്ള ഖുറാനൊക്കെ വിളിച്ചു വരുത്തി വല്ല പമ്പ നദിയിലോ നൈൽ നദിയിലോ ഒന്നോടെയൊക്കെ ഒന്ന് മെല്ലെ മുക്കുക. എന്നിട്ട് അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന എഴുതിയ സ്ഥാനത്ത് ഇങ്ങനെ മാറ്റി തീർക്കുക. അവരുടെ പക്കലുള്ള വേദത്തിൽ കുറേയൊക്കെ ശരിയുണ്ട്. ഏതാ നമ്മുടെ എം അക്ബറൊക്കെ പഠിപ്പിക്കുന്ന പോലെ കുറേയൊക്കെ ശരിയുണ്ട്, അതിനകത്ത് കുറേയൊക്കെ കൂട്ടിച്ചേർത്തു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലൊട്ടുലൊടുക്ക് പണികളൊക്കെ നിങ്ങൾ ഒപ്പിച്ച് മുസ്ലിങ്ങളോട് നിങ്ങൾ സംസാരിക്കുക. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞാൻ നിങ്ങളുടെ അവസ്ഥ കണ്ട് വല്ലാത്തൊരു അവസ്ഥ നിങ്ങളുടെ അത് കാണുമ്പോൾ നമുക്കൊരു തമാശ തോന്നുന്നു. എനിവേ, ഞാൻ വേറൊരെണ്ണോട് വായിക്കാം. ഇത് അതേ എന്തൊരു സ്ഥലത്താണെന്നറിയോ? സൂറ 2:101. അവിടെയും ഈ കാര്യം തന്നെയാണ് പറയുന്നത്, പക്ഷേ ഞാൻ ആ ലിസ്റ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും സൂറ ബക്കറ 101 അവിടെയും ഇത് തന്നെയാണ്. അവരുടെ പക്കലുള്ള വേദത്തെ അള്ളാഹു ഒരു ദൂതൻ അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ വേദക്കാരിൽ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ യാതൊരു പരിചയമില്ലാത്തവരെ പോലെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പറയുന്ന ആദ്യ ഭാഗം കണ്ടോ? അവരാരാണ്? വേദക്കാർ. അവരുടെ പക്കൽ, ഓക്കെ. അവരുടെ പക്കലുള്ള, അത് പ്രസൻറ്റ് ടെൻസിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓക്കെ. അവരുടെ പക്കൽ പണ്ടെങ്ങോ ഉണ്ടായിരുന്ന വേദത്തെക്കുറിച്ചല്ല, അവരുടെ പക്കലുള്ളതും അവർ വായിച്ചു വരുന്നതും. മുഹമ്മദ് നബിക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് പോയി സംശയം ചോദിക്കാനായിട്ട് സൂറ 10:94 പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് അവരുടെ കൈകളിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇനി ആ ഉള്ള ഗ്രന്ഥം ശരിയാണെന്ന് ഖുറാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു.
ഓക്കെ, എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ഈ മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും വിശ്വസിക്കാനൊരു മടിയുണ്ട്. അതിന് കാരണം അവർക്ക് തന്നെ അറിയാം ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞ് എന്നുള്ള കാര്യം മുസ്ലിങ്ങൾക്ക് അറിയാം. സോ ഫാർ ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുള്ള പുസ്തകം, ഒന്ന് അത് ദൈവികമാണ്, ഓക്കെ, അതിനൊരു യാതൊരു സംശയമില്ല. ഈ ദൈവികമായ ഗ്രന്ഥം അത് സുരക്ഷിതമാണ്, അല്ലെങ്കിൽ അത് അവരുടെ കരങ്ങളിലുണ്ട്, അവരുടെ കൈവശമുണ്ട്, അവരോട് ഒപ്പമുണ്ട്. ഞാൻ ഒന്നാമത്തെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാഹും വിത്തുദം എന്ന് പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നോട്ടിൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ കൺഫേമിങ് അല്ലെങ്കിൽ ശരിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസദ്ദിക്കിൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മുസദ്ദിക്കിനായിട്ടുള്ളത് എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഹും എന്നാണ് അത് പ്രൊണൗൺസ് ചെയ്യണേന്ന് തോന്നുന്നു. ഓക്കെ, മാഹും. ഓക്കെ, ദ അറബിക് വേർഡ് മാഹും മീൻസ് വിത്ത് ദം, അവരോടൊപ്പമുള്ള അല്ലെങ്കിൽ അവരുടെ കൈകളിലുള്ള. ഓക്കെ, മാഹും ടുഗദർ വിത്ത് ദം, അവരോടൊപ്പമുള്ള, അവരുടെ കൈവശമുള്ള, വരുന്ന. ഇതെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ആ ഭാഗം ഞാൻ കഴിഞ്ഞ നോട്ടിലാണത് പറഞ്ഞിരുന്നത്. എങ്കിലും ഇത് കണ്ടോ, ഇതാണ് മുസദ്ദിക്കിൻ എന്നുള്ള വേർഡ്. മുസദ്ദിക്കിൻ എന്ന് പറഞ്ഞാൽ കൺഫേം വാട്ട് വാസ് ബിഫോർ ഇറ്റ്. മുസദ്ദിക്കിൻ എന്ന് പറഞ്ഞാൽ കൺഫേം. ഓക്കെ, ഇനി ശരിയായത് എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഈ ഒരു ഓക്കെ ഇതാ. ഓക്കെ, ഇതിനകത്ത് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. സൂറ 2:91 ആയാലും അതല്ലെങ്കിൽ 2:101, 2:89, ഇപ്പോൾ ഇതുപോലെയുള്ള വേഴ്സസ് ആണ് നമ്മൾ വായിച്ചത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് when it is said to them, believe in what Allah has revealed, they say, we believe in what was revealed to us. And they disbelieve in what came after it, while it is the truth. It is എന്ന് പറയുന്നത് ഖുറാനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ട്രൂത്ത് കൺഫേമിങ് വിത്ത് ദം. ഓക്കെ, അപ്പോൾ മുസദ്ദിക്കിനാക്കുന്നത് ഏതിനെയാണ്? അവരുടെ കൈവശമുള്ളതിനെയാണ്, അല്ലെങ്കിൽ അവർ വായിച്ചു വരുന്നതിനെയാണ് മുസദ്ദിക്കിനാക്കുന്നത്. കൺഫേമിങ് വാട്ട് വാസ് വിത്ത് ദം. അപ്പോൾ ആ വിത്ത് ദം എന്നുള്ളതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വിത്ത് ദം എന്നുള്ളത് എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണെങ്കിൽ, അറബി പ്രൊനൗൺസിയേഷൻ്റെ ശരിയല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ വിത്ത് ദം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ദേ ഹാഡ് ദ സ്ക്രിപ്ചർ വിത്ത് ദം അറ്റ് ദാറ്റ് ടൈം. ദാറ്റ് ടൈം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ജീവിതകാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ കണ്ടംപററീസ് ആയിട്ടുണ്ടായിരുന്ന യഹൂദരുടെയും ക്രൈസ്തവരുടെയും കൈകളിൽ അത് ഉണ്ടായിരുന്നു. ദ അറബിക് വേർഡ് മാഹും അല്ലെങ്കിൽ മാഹം. ഓക്കെ, അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. ദ അറബിക് വേർഡ് മാഹം മീൻസ് വിത്ത് ദം ഓർ ടുഗദർ വിത്ത് ദം. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ of the preposition ma'a, meaning with, and the pronoun hum അല്ലെങ്കിൽ hum, ദം, വിത്ത് ദം. ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. അവരുടെ കൈവശം ആ ഗ്രന്ഥമുണ്ട്. ഒക്കെ നഷ്ടപ്പെട്ടു എന്നോ അതിൽ കൂട്ടിച്ചേർത്തു എന്നോ ഈ വക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നിങ്ങളുടെ കലാപരിപാടികൾ മാത്രമാണ്. ഇതൊന്നും ഖുറാനിൽ എഴുതിയിട്ടില്ല. ഞാൻ അത് എപ്പോഴും ചലഞ്ച് ചെയ്യുന്നു. മുൻ വേദങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്യമോ, മുൻ വേദങ്ങൾ തെറ്റിപ്പോയി എന്നെഴുതിയിരിക്കുന്ന ഒരു വാക്യമോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ, അതായത് ഇങ്ങനെ വേണം കേട്ടോ, മുൻ വേദങ്ങൾ തിരുത്തി. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് കൊണ്ടുവരുന്നതെങ്കിൽ, അതായത് തഹരീഫ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉള്ളതായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാർക്കറിയാം. സാധാരണ മുസ്ലിങ്ങൾക്ക് അതറിയുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ തഹരീഫ് എന്നുള്ളത്, ആ കൺസെപ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഞാനത് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദ അറബിക് വേർഡ് തഹരീഫ് എന്നുള്ളതുണ്ട്. ഈ വിധത്തിലുള്ള പണ്ഡിതാഭിപ്രായമുണ്ട്. ഓക്കെ, ഒന്ന് തഹരിഫൽ ലഫ്സിയുണ്ട്, അതുപോലെ തഹരിഫൽ മാനയുണ്ട്. ഒരു വിശ്വാസം ലേറ്റർ മുസ്ലിം സ്കോളേഴ്സ് വിശ്വസിക്കുന്നത് ഈ ടെക്സ്റ്റൽ കറപ്ഷൻ നടന്നു എന്നുള്ളതാണ്. അതിനാണ് സൂറ 2:79. ഏതാ നമ്മുടെ MM അക്ബർ കഴിഞ്ഞ ഞാൻ ഇറക്കിയ വീഡിയോയിൽ ഞാനത് കോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നിരുന്ന വേഴ്സ് 2:79. അവിടെ മുൻവേദങ്ങൾ എന്നുള്ള പരാമർശമില്ല. മറ്റൊരു വേഴ്സ് ഇവർ കൊണ്ടുവരുന്നത് സൂറ 4:46. അതിനകത്ത് പറയുന്നത് എമംഗ് ദ ജൂസ് ആർ ദോസ് ഹു ഡിസ്റ്റോർഡ് വേർഡ്സ്
ഫ്രം ദെയർ പ്രോപ്പർ യൂസേജ്. പിന്നെ 5:13 മറ്റൊരു ഖുറാൻ്റെ വേഴ്സാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ദേ ഡിസ്റ്റോർട്ട് വേർഡ്സ് ഫ്രം ദെയർ പ്രോപ്പർ യൂസേജ് ആൻഡ് ഹാവ് ഫോർഗോട്ടൺ എ പോർഷൻ ഓഫ് വാട്ട് ദേ വെയർ റിമൈൻഡഡ് ഓഫ്. അപ്പോൾ ഈ ഖുറാൻ്റെ ആയത്തുകളെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്ന്, അവർ അത് മിസ്യൂസ് ചെയ്തു, അവർ വാക്കുകളെ വളച്ചൊടിച്ചു, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖുറാനിലും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ തഫ്സീറുകാർ പറയുന്ന ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, നബിയുടെ അടുത്ത് ഒരു വിധികർത്താവാക്കിക്കൊണ്ട് അവൻ്റെ അടുത്ത് വന്നപ്പോൾ സ്ക്രിപ്ചറിൽ ഒരു ഭാഗം അവർ കൈകൊണ്ട് മറച്ചു വെച്ച് അവരത് വായിച്ചു. അതിനുശേഷം കൈമാറ്റി നോക്കിയപ്പോൾ അവർ മറച്ചു വെച്ചത് അവർക്ക് വായിക്കാനൊക്കെ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഈ മറച്ചു വയ്ക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയും, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ യഹൂദന്മാർ ചെയ്തിട്ടുണ്ടത്രേ. എനിവേ, മറ്റൊരു തഹ്രീഫൽ മാന എന്നുള്ള ഒരു കൺസെപ്റ്റും ഇസ്ലാം ലോകത്തുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കഴിഞ്ഞാൽ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ ടെക്സ്റ്റുവൽ കറപ്ഷൻ നടന്നിട്ടില്ല, എന്നാൽ അതിൻ്റെ മീനിങ്ങിനെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റി. കാരണം ഇവരിത് വാദിക്കാനുള്ള കാരണം, ഒന്ന്, ഖുറാൻ പറയുന്നത് തൗറാത്തും ഇഞ്ചീലും ശരിയാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ അത് ശരിയല്ല, അല്ലെങ്കിൽ അത് പ്രയോഗങ്ങൾ എങ്ങനെ നമുക്ക് നടത്താൻ പറ്റും? ഇതാണ് ഈ മുസ്ലിം പണ്ഡിതർ ചോദിക്കുന്നത്. പിന്നെ സംഭവിക്കാനുള്ള സാധ്യത എന്താണ്? സംഭവിക്കാനുള്ള സാധ്യത അത് മിസ്യൂസ് ചെയ്തു, അത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ വാക്കുകളെ വളച്ചൊടിച്ചു, ഇതുപോലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കാനുള്ള കാരണം. അതുമാത്രമല്ല, അള്ളാഹു പറയുന്ന മറ്റൊരു കാര്യമാണ് സൂറ 6:115 അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ ആർക്കും കഴിയില്ല. 18:27 പറയുന്നു, 6:34 പറയുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വചനമാണ്, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇവർ പറയണം, തൗറാത്ത്, ഇഞ്ചീൽ അള്ളാഹുവിൻ്റെ വചനമല്ല എന്ന് പറയേണ്ടി വരും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് ഇസ്ലാമിക് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക് ഡയലമ എന്ന് പറയുന്നത്, ആ ഇസ്ലാമിലെ ആശയക്കുഴപ്പം. അപ്പോൾ നിങ്ങൾ ഈ തഹ്രീഫൽ ലഫ്സി ആ വാദമായിട്ട് വെറുതെ വന്നിട്ട് കാര്യമില്ല. ആ വിഷയത്തിൽ തന്നെ ഇസ്ലാമിക ലോകത്ത് 2 അഭിപ്രായമുള്ളതായിട്ട് നിങ്ങൾക്കറിയാം. ഇനി ഞങ്ങൾക്കത് ഇല്ല എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങളത് ഞങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരേണ്ട കാര്യം ഇല്ല. എനിവേ, സോ ഒന്ന്, അള്ളാഹുവിൻ്റെ വചനം ദൈവികമാണ്, അല്ലെങ്കിൽ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഇത് ദൈവികമാണ്. 2, 7-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും കൈകളിൽ സുരക്ഷിതമായിട്ട്, അല്ലെങ്കിൽ അവരുടെ കൈകളിലുള്ള ഗ്രന്ഥം ശരിയായ വിധത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു. 3-ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നു. ഇതാണ്, ഇത് ആധികാരികമാണ്. ഓക്കെ, സൂറ 5:43, സൂറ 5:47, സൂറ 5:66, സൂറ 5:68. അപ്പോൾ ഈ അഞ്ചാമത്തെ സൂറയുടെ പേര് മൈദ എന്നാണ്. അത് ഞാൻ വേറൊരു വീഡിയോ പണ്ട് ഇറക്കിയിട്ടുണ്ട്, എന്താണ് മൈദ എന്ന് പേര് വന്നതൊക്കെ. ഈസയും ഹവാരികൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. എനിവേ, ഞാൻ ആ ഭാഗത്തോട്ട് വശാൽ മൈദ എന്നുള്ളതിൻ്റെ ആ ഒരു ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, സൂറ 5:43, 5:47, 5:66, അതുപോലെ 5:68, അതുപോലെ തന്നെ സൂറ 6:89. ഇതിനകത്ത് 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോൾ ഇതെന്തുകൊണ്ട് ആധികാരികമാണ് എന്ന് പറയുന്നത്, സൂറ 5:43 അത് നമുക്ക് നോക്കാം. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ അവർ എങ്ങനെയാണ് നിന്നെ വിധികർത്താവാക്കുന്നത്? നിന്നെ എന്ന് പറയുന്നത് മുഹമ്മദിനെ. ഓക്കെ, അവർ എങ്ങനെയാണ് മുഹമ്മദിനെ വിധികർത്താവാക്കുന്നത്? അവരുടെ പക്കൽ തൗറാത്തുണ്ട്. അതായത് നിന്നെ വിധികർത്താവാക്കേണ്ട കാര്യമില്ല, അവരുടെ പക്കൽ എന്തുണ്ട്? തൗറാത്തുണ്ട്. അപ്പോൾ തൗറാത്ത് അനുസരിച്ച് അവർക്ക് വിധി കൽപ്പിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ തൗറാത്ത് തിരുത്തപ്പെട്ടതാണെങ്കിൽ തിരുത്തപ്പെട്ട ഒരു ഗ്രന്ഥം വെച്ച് വിധി കൽപ്പിക്കാനായിട്ട് അള്ളാഹു കൽപ്പിക്കുമോ? ആയതുകൊണ്ടാണല്ലോ അള്ളാഹു ശരിയാണ്, തൗറാത്ത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൈകളിലുള്ള ഗ്രന്ഥം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരിയായ ഗ്രന്ഥം ഉപയോഗിച്ച് വിധിക്കാനായിട്ടാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. എന്നാൽ അവർ എങ്ങനെയാണ് നിന്നെ വിധികർത്താവാക്കുന്നത്? അവരുടെ പക്കൽ തൗറാത്തുണ്ട്, അതിലാകട്ടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളുണ്ട്. എന്നിട്ടതിന് ശേഷവും അവർ പിന്തിരിഞ്ഞ് കളയുകയാണ്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. എങ്ങനെയുണ്ട്? ഇനി 5
ഇത് 44 ഞാൻ ആദ്യം വായിച്ചിരുന്നു. തീർച്ചയായും നാം തന്നെയാണ് തൗറാത്ത് അവതരിപ്പിച്ചത്, അതിൽ മാർഗദർശനവും പ്രകാശനവും ഉണ്ട്. ഇത് 44. ഇനി 5:47 പറയുന്നത് ഇത് ക്രൈസ്തവരോട് അല്ലെങ്കിൽ ഇഞ്ചീലിൻ്റെ അനുയായികളോട് പറയുന്ന കാര്യമാണ്. അത് ഞാനൊന്ന് വായിക്കാം. ഇഞ്ചീലിൻ്റെ അനുയായികൾ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു ധിക്കാരികൾ. അതായത് ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ കൈകളിലുള്ള ഗ്രന്ഥമനുസരിച്ച് വിധി കൽപ്പിക്കുന്നില്ല എങ്കിൽ അവർ ധിക്കാരികളാണെന്ന്. എന്ന് വച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച്, യഹൂദരെ സംബന്ധിച്ചും ക്രൈസ്തവരെ സംബന്ധിച്ചും തൗറാത്തും ഇഞ്ചീലും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പുസ്തകം ആധികാരികമാണ് എന്ന് ചുരുക്കം. ഇനി നിങ്ങളിതൊക്കെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കില്ലയോ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇത് അതേ സൂറയിൽ തന്നെ അതിൻ്റെ 66 ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 66 പറയുന്നത് തൗറാത്തും ഇഞ്ചീലും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും ഇനി കേൾക്കുക. അവർ നേരാവണ്ണം നിലനിർത്തിയിരുന്നെങ്കിൽ തങ്ങളുടെ മുകൾ ഭാഗത്ത് നിന്ന് കാലുകൾക്കും ചൂട്ടിൽ നിന്നും അവർക്ക് ആഹാരം ലഭിക്കുമായിരുന്നു. അവരതിൽ മിതത്വം പാലിക്കുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ അവരിൽ അധികം പേരുടെയും പ്രവർത്തനങ്ങൾ വളരെ ചീത്ത തന്നെ. ഓക്കെ, അതായത് ഈ തൗറാത്തും ഇഞ്ചീലും അനുസരിച്ച് ഈ പ്രവർത്തനങ്ങൾ ചീത്തയാണ്. അത് എല്ലാവരുമല്ല, ഒരു വിഭാഗം അവർ ഓക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. ഇനി അതിൻ്റെ 68 പറയുന്നത് ശ്രദ്ധിക്കുക. പറയുക, വേദക്കാരെ, തൗറാത്തും ഇഞ്ചീലും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും നിങ്ങൾ നിലനിർത്തുന്നവരെ ബ്രാക്കറ്റിൽ നേരാവണ്ണം നിലനിർത്തുന്നതുവരെ നിങ്ങൾ യാതൊരു അടിസ്ഥാനത്തിലും അല്ല. എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ കിടപ്പ്? അതായത് തൗറാത്തും ഇഞ്ചീലുമാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗറാത്തും ഇഞ്ചീലുമാണ്. അല്ലെങ്കിൽ യു ഹാവ് നോ അതർ ഫൗണ്ടേഷൻ അതർ ദാൻ വാട്ട് ഹാസ് ബീൻ റിവീൽഡ് ടു യു. നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളായ തൗറാത്തും ഇഞ്ചീലുമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനമല്ലാതെ വേറെ ഒരു അടിസ്ഥാനം ഇല്ല. യു ഹാവ് നോ അതർ ഫൗണ്ടേഷൻ അതർ ദാൻ തൗറാത്ത് ആൻഡ് ഇഞ്ചീൽ. ഓക്കെ, ഞാൻ റെഫറൻസ് തന്നിട്ടുണ്ട്, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ഒന്ന്, ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലിരിക്കുന്ന പുസ്തകം ആധികാരികമാണ്. 2, ഈ പുസ്തകം സുരക്ഷിതമാണ്. അത് യഹൂദരുടെയും ക്രൈസ്തവരുടെയും കൈകളിലുണ്ട്, അവരത് വായിച്ചു വരുന്നുണ്ട്. ഇനി അള്ളാഹു മുഹമ്മദ് നബിക്ക് ഖുറാനിൽ ഇറക്കി കൊടുത്ത വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയ നിവാരണം നടത്തേണ്ടത് മുൻ വേദങ്ങൾ വായിച്ചു വരുന്നവരായ വേദക്കാരിൽ നിന്നായിരിക്കണം. ഓക്കെ, ഇനി ഈ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ വചനമാണ്. എനിക്കൊരു ആയത്തുകൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ നോട്ടിൽ അത് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഞാനൊരു ഇച്ചിരി സ്ട്രെസ്സ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം അത് ക്ലിയറായിട്ട് വായിച്ച് മലയാളത്തിൽ തന്നെ കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് 4:136. ഓക്കെ, സൂറ 4:136. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അപ്പോൾ ക്രൈസ്തവനെ സംബന്ധിച്ചും യഹൂദനെ സംബന്ധിച്ചും ഖുറാൻ വിശ്വസിക്കേണ്ടയോ അല്ലെങ്കിൽ ഖുറാൻ ഞങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനമല്ല. അത് അള്ളാഹു ക്ലിയർ ആയിട്ട് പറഞ്ഞു, യു ഹാവ് നോ അതർ ഫൗണ്ടേഷൻ അതർ ദാൻ വാട്ട് ഹാസ് ബീൻ റിവീൽഡ് ടു യു. തൗറാത്തും ഇഞ്ചീലും ക്രൈസ്തവർക്കും യഹൂദന്മാർക്കും അവതരിപ്പിച്ചു കൊടുത്തു. അത് ആധികാരികമാണ്, അവരതനുസരിച്ച് ജീവിക്കുക, അതല്ലാതെ വേറൊരു അടിസ്ഥാനം അവർക്കില്ല. ഓക്കെ, ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഖുറാനിൽ മാത്രം വിശ്വസിച്ചാൽ മതിയോ? പോരാ. ഓക്കെ, ഞാൻ വായിക്കാം. സൂറ 4:136. അതിങ്ങനെയാണ് പറയുന്നത്, സത്യവിശ്വാസികളെ, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും. അപ്പോൾ ഇവിടെ അവൻ്റെ ദൂതൻ എന്ന് പറയുന്നിരിക്കുന്നത് മുഹമ്മദ് നബിയാണ്. അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും അവൻ്റെ ദൂതന്, അതായത് മുഹമ്മദ് നബിക്ക് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും, അതായത് ഖുറാനിലും മുമ്പ് അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും, അതേതൊക്കെയാണ്? തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഈ ഗ്രന്ഥങ്ങളിലും. ഓക്കെ, അപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ച് ഏതൊക്കെ വിശ്വസിക്കണം? ഖുറാൻ വിശ്വസിക്കണം, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ വിശ്വസിക്കണം. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ആരുടെ കൈകളിലുണ്ടെന്നാണ് ഖുറാൻ പറഞ്ഞിരിക്കുന്നത്? അത് വേദക്കാരുടെ കൈകളിലുണ്ട്. ആ വേദക്കാരുടെ കൈകളിലുള്ള ഗ്രന്ഥം ശരിയാണെന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ? ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ
അള്ളാഹു മുഹമ്മദിനെ അവതരിപ്പിച്ച ഖുറാനിൽ വിശ്വസിക്കണം. അതുകൂടാതെ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുള്ള മുൻവേദങ്ങൾ അല്ലെങ്കിൽ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം ചിന്തിക്കുക, ഇല്ല ഞങ്ങൾക്ക് ഖുറാനിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങൾക്കൊരു വാണിംഗ് തരുന്നുണ്ട്. കേൾക്കുക. അള്ളാഹുവിലും അവൻ്റെ മലക്കുകളും, അതേ ആയത്തിൽ തന്നെയാണ് അള്ളാഹുവിലും അവൻ്റെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മാലാകമാർ. ഓക്കെ, അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ ഗ്രന്ഥങ്ങളിലും. ഓക്കെ, അപ്പോൾ ഗ്രന്ഥങ്ങൾ എന്ന് ഉദ്ദേശിക്കുക തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇത് മൂന്നെണ്ണം അങ്ങ് എടുത്ത് നിങ്ങൾ കളയാന്നിരിക്കട്ടെ. അതായത് തൗറാത്തും ഇഞ്ചീലും സബൂറും അള്ളാഹു ശരിയാണെന്ന് പറഞ്ഞിട്ടും നിങ്ങളത് ശരിയാണെന്ന് വിശ്വസിക്കുന്നില്ല. അത് പ്രിസേർവ്ഡ് ആണെന്ന് അള്ളാഹു പറഞ്ഞിട്ടും അത് സുരക്ഷിതമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ തീരുമാനിച്ചു, ഓ ഇതിനകത്ത് വിശ്വസിക്കേണ്ട എന്നെങ്ങാനും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നതും കൂടെ കേട്ടോ. അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ ഗ്രന്ഥങ്ങളിലും അവൻ്റെ ദൂതന്മാരിലും അന്ത്യദിനത്തിലും വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു മുസ്ലിം പറയുകയാണ് ഞാൻ ബൈബിളിൽ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറ 4:136 പറഞ്ഞിരിക്കുന്നത് അവൻ പിഴച്ചു പോയിരിക്കുന്നു, അവൻ വഴികേടിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ആയത്തെടുത്ത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരവസരത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, മുസ്ലിങ്ങളുടെ വിശ്വാസം എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗത്ത് പറയുന്ന ഒരു ഭാഗമാണിത്. സോ ബാക്ക് ടു ദ പോയിൻറ്റ്. എം അക്ബർ സാഹിബ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മുൻ വേദങ്ങൾ തിരുത്തപ്പെട്ടോ? ഖുറാൻ പറയുന്നു തിരുത്തപ്പെട്ടിട്ടില്ല. ചോദ്യം, എം അക്ബർ സാഹിബ് വിശ്വസിക്കുമോ? പൊതുജന മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, മുൻ വേദങ്ങൾ തിരുത്തപ്പെട്ടോ? ഖുറാൻ പറയുന്നു തിരുത്തപ്പെട്ടിട്ടില്ല. നിങ്ങൾ മുസ്ലിങ്ങളത് വിശ്വസിക്കുമോ? എൻ്റെ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു ബൈബിൾ ശരിയാണ്. ഇസ്ലാമിൽ ആശയക്കുഴപ്പമുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് എങ്ങനെയായാലും നിങ്ങൾ പെടും. തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു അത് ശരിയാണെന്ന് പറഞ്ഞത് എന്നുള്ള ചോദ്യം വരും. ഇനി തിരുത്തപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ള ചോദ്യം വരും. ഇനി വിശ്വസിക്കാമെന്ന് വെച്ചാലോ, ഇത് ഒന്നൊന്നിനെതിരായിട്ട് നിൽക്കുന്നു. ബൈബിൾ ശരിയാണെങ്കിൽ ഖുറാൻ തെറ്റാണ്, ഇനി ബൈബിൾ തെറ്റാണെങ്കിലും ഖുറാൻ തെറ്റാണ്. ഇതാണ് ഇസ്ലാമിക് ഡയലമ, ഇസ്ലാമിൻ്റെ ആശയക്കുഴപ്പം. കുഴപ്പമില്ല, ഞങ്ങളെപ്പോഴും ഇതുപോലെ ഞങ്ങളിപ്പോൾ ഈ ക്ലാസ്സുകൾ മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊന്നും കൊണ്ടുമല്ല. ഈ ഇസ്ലാമിൻ്റെ ദാവാപ്രവർത്തനം എപ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിൽ ചാരി നിന്നുകൊണ്ടായിരിക്കും. അത് ലോകത്തെമ്പാടും അങ്ങനെയാണ് നടന്നത്. ഇപ്പോൾ എം അക്ബറൊക്കെ ഇത് കുറഞ്ഞു. പണ്ട് ഈ നാട് നീളെ പോസ്റ്ററും അടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേജും കെട്ടി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്നാലും ഇപ്പോഴും കണ്ടില്ലേ ബൈബിളിനെ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് തുറന്ന് പറയാൻ എന്താ മടി? മടിക്കുന്ന എന്തിനാ? ഞാൻ ഈ വെച്ച് ഡിസ്പ്ലേ ചെയ്ത ആയത്തിനെ നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതൊക്കെ ഒരു സമയത്ത് നടക്കുമായിരുന്നു. ഈ ക്രൈസ്തവരെ സംബന്ധിച്ച് ഖുറാൻ എന്താണെന്നോ ഹദീസ് എന്താണെന്നോ നിങ്ങളുടെ തഫ്സീറുകളിൽ എന്താ എഴുതിയേക്കുന്നതെന്നോ ഇതൊന്നും അറിയാതിരുന്നൊരു കാലത്ത് ഇതൊക്കെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് എഴുതി വച്ചേക്കുന്നതെന്നുള്ളതല്ല. അവിടെയും ഇവിടെയും ചില സൂചനകളൊക്കെ കിടക്കുന്നുണ്ട്. ഖുറാനിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കാതലായിട്ടൊന്നുമില്ല. ഖുറാന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല. ഇത് മുസ്ലിങ്ങൾക്കും അറിയാം. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഹദീസുകളെയും കൂടെ അതിനോട് ചേർത്ത് പിടിച്ചേക്കുന്നത്. ഇനി ഹദീസ് ഇല്ലാതെ ഖുറാൻ മാത്രമായിട്ട് ഒരു ഇസ്ലാമിക ജീവിതം ജീവിക്കാനായിട്ട് പറ്റുമോ? കാര്യം വളർന്നു വരുന്നുണ്ട് എങ്കിൽ പോലും വലിയ കാര്യമുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് ഖുറാനെ മാത്രം അടിസ്ഥാനമാക്കാൻ പറ്റാത്തത്? കാരണം അതിനകത്ത് ഡീറ്റെയിൽസ് ഇല്ല. അത് ഖുറാൻ എന്ന പുസ്തകം മറ്റു പല ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നിട്ടും ശരിയാകുന്നുണ്ടോ? എന്നിട്ടും ശരിയാകുന്നില്ല. എന്നിട്ട് പിന്നെ പണ്ഡിതന്മാരത് വ്യാഖ്യാനിച്ചൊരു പരുവത്തിലാക്കണം. ഇനി പണ്ഡിതന്മാരെല്ലാവരും ഒരുപോലെയാണോ വ്യാഖ്യാനിക്കുന്നത്? അയ്യോ, 4 പണ്ഡിതന്മാരുണ്ടെങ്കിൽ 8 തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷെ ഒരു വിധത്തിൽ ഇവർക്ക് ഒരു കൺക്ലൂഷനുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നുള്ള ആ ഒരു പോയിന്റിൽ
ഞങ്ങളുടെ ഇസ്ലാം ലോകത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാവർക്കും ഏകാഭിപ്രായം ഉണ്ട്. ശരിയാണ്, നമ്മളുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇതിന് ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ വിഷയങ്ങളിലും വല്ലതും ആണോ? അല്ല. നിങ്ങൾ ഏത് സ്റ്റോറി എടുത്തോ, ഈ വിഷയങ്ങളിലെല്ലാം വ്യത്യസ്ത അഭിപ്രായം. മനുഷ്യനെ അള്ളാഹു എവിടെയാണ് സൃഷ്ടിച്ചത്? ചിലർ പറയും, ബഹുഭൂരിപക്ഷം പറയും സ്വർഗ്ഗത്തിൽ, ചിലർ പറയും അല്ല ഭൂമിയിലാണ്. ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ ഭൂമിയിലെ ഏതൻ തോട്ടത്തിൽ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയും. പക്ഷേ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അത് വിശ്വസിക്കുന്നില്ല. സ്വർഗ്ഗത്തിലാണ് സൃഷ്ടിച്ചത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എനിവേ, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. സോ ഞാനൊരു ചോദ്യമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസം നമ്മൾ നോക്കുമ്പോൾ, ഇസ്ലാമിക് ഡയലമ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇസ്ലാമിൻ്റെ ആശയക്കുഴപ്പം ശരിക്കും ക്ലിയറായിട്ട് കാണാനായിട്ട് പറ്റും. എം അക്ബറിൻ്റെ പ്രഭാഷണങ്ങളിലായാലും ഇനി ആര് തന്നെ ഈ വിഷയമൊന്നും ആരും എടുക്കാറില്ല സാധാരണ. കാരണം ഇതൊക്കെ പണ്ട് ഇതൊക്കെ എടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇതൊന്നും ആരും എടുക്കാറില്ല. എങ്കിലും ഒരൊറ്റ ചോദ്യം. ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു, ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുള്ള ഗ്രന്ഥം ശരിയാണ്. നിങ്ങൾ മുസ്ലിങ്ങളത് വിശ്വസിക്കുമോ? 2 ഭാഗമായിട്ട് പറയാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? മുഹമ്മദ് നബിയുടെ കാലത്ത് ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുണ്ടായിരുന്ന ഗ്രന്ഥം ശരിയാണ്, ഇത് പറയുക. എം അക്ബർ ഓൾറെഡി പറഞ്ഞിരുന്നു, അന്നത്തെ ഗ്രന്ഥത്തിലും തൗറാത്തും ഇഞ്ചിയിലും ഉണ്ട്, ഇന്നത്തേലും ഉണ്ട്. ഓ, ക്ലിയറാണ്. അപ്പോൾ അന്നും ഇന്നും തൗറാത്തും ഇഞ്ചിയിലും ഉണ്ട്, ഇത് സംഭവമുണ്ട്. പക്ഷെ പുള്ളിയുടെ പ്രശ്നം, എം അക്ബറിൻ്റെ പ്രശ്നം ഇത് കൂട്ടിച്ചേർത്തു എന്നുള്ള. എന്നാൽ കൂട്ടിച്ചേർത്തു എന്നുള്ളതിന് ഒരു വാക്യം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഈ സൂറ 2:79 പോലെയുള്ള വാക്യങ്ങളെടുത്ത്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വാക്യങ്ങളെടുത്ത് ഊഹിച്ച് ഇങ്ങനെ എഴുതുകയാണ്. ഈ അവരുടെ തഹരീഫ് അവർ മുന്നോട്ട് കൊണ്ടുവരും. ഇത് ടെക്സ്റ്റൽ കറപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. വേറെ പണ്ഡിതന്മാർ പറയും നോ 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 നോ, ഇത് ടെക്സ്റ്റൽ കറപ്ഷൻ അല്ല, ഇത് ഇൻ്റർപ്രിട്ടേഷണൽ കറപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ടെക്സ്റ്റൽ കറപ്ഷനാണ്, തെറ്റിപ്പോകത്തില്ലേ? ഏത് അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് ആർക്കും ഭേദഗതി വരുത്താൻ പറ്റില്ല എന്നുള്ള വാക്യം നമുക്ക് പണി തരത്തില്ലേ? തീർച്ചയായിട്ടും പണി തരും. സോ നിങ്ങളുടെ ആ ഇസ്ലാമിക ആശയക്കുഴപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാണാനൊരു രസമുണ്ട്. നിങ്ങളുടെ ആശയക്കുഴപ്പം കാണുമ്പോൾ നമുക്ക് ഒരു രസമുണ്ടത് കാണാനൊക്കെ. എങ്കിലും നിങ്ങൾ സത്യം അന്വേഷിക്കുക, കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ദൈവം കൃപയും കരുണയും ധാരാളമായിട്ട് നൽകട്ടെ. യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. യേശു പറയുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സോ സത്യാന്വേഷികളായിട്ട് ഓരോരുത്തർക്കും ജീവിക്കാൻ ദൈവം കൃപയും ശക്തിയും നൽകട്ടെ. വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടെ ഇത് ഷെയർ ചെയ്യാൻ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. കാരണം മുസ്ലിങ്ങൾക്ക് ഇത് ചിന്തിക്കാനും, അതുപോലെ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് മുമ്പോട്ട് വെച്ച ഖുറാൻ്റെ ആയത്തുകളൊക്കെ വായിക്കാനും പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും, നമ്മുടെ എം അക്ബറിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ മുമ്പാകെ ഈ ചോദ്യങ്ങൾ എത്തിക്കാനും ഒക്കെ മുസ്ലിം സഹോദരങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം സഹായിച്ചാൽ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു 3rd പാർട്ടും കൂടെ ഉണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളായിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധമായ നന്മകളും നേരുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.